ഒരു കമ്പനി IPOയുമായി ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ആ കമ്പനിയുടെ ഓഹരി വാങ്ങാൻ സാധിക്കും. അത് ചിലർക്കെങ്കിലും പുതിയ അറിവായിരിക്കും. പലരും കരുതുന്നത് ഒരു കമ്പനി ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്ത ശേഷമാണ് അതിന്റെ ഓഹരികൾ വാങ്ങാൻ കഴിയുക എന്നതാണ്. പക്ഷെ യാഥാർത്ഥ്യം അതല്ല. IPO വരുന്നതിന് മുമ്പ് തന്നെ ചില കമ്പനികളുടെ ഓഹരികൾ വാങ്ങാൻ കഴിയുന്ന ഒരു വിപണി ഇന്ത്യയിലുണ്ട്. അതാണ് പ്രീ IPO അല്ലെങ്കിൽ അൺലിസ്റ്റഡ് ഷെയർ മാർക്കറ്റ്. ഇപ്പോൾ NSE, ജിയോ പ്ലാറ്റ്ഫോംസ് പോലുള്ള വലിയ കമ്പനികളുടെ IPO പ്രതീക്ഷകൾ ഉയർന്നതോടെ ഈ പ്രീ IPO മാർക്കറ്റും വീണ്ടും ശ്രദ്ധ നേടുകയാണ്. അപ്പോൾ എന്താണ് പ്രീ IPO ഷെയറുകൾ? ആർക്കൊക്കെയാണ് വാങ്ങാൻ കഴിയുക? എങ്ങനെ വാങ്ങണം? എന്തൊക്കെയാണ് അപകടങ്ങൾ? ഇന്നത്തെ വീഡിയോയിൽ ഇക്കാര്യങ്ങൾ വളരെ ലളിതമായി നോക്കാം. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഒരു കമ്പനി ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അതൊരു അൺലിസ്റ്റഡ് കമ്പനിയാണ്. അതിന്റെ ഓഹരികൾ NSEയിലോ BSEയിലോ ട്രേഡ് ചെയ്യില്ല. ഉദാഹരണത്തിന് നമ്മുടെ കൊച്ചി വിമാനത്താവള കമ്പനിയായ സിയാൽ. എന്നാൽ കമ്പനിയുടെ ആദ്യ നിക്ഷേപകർ, ജീവനക്കാർ, വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടുകൾ, പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ടുകൾ തുടങ്ങിയവയുടെ കൈവശമുള്ള ഓഹരികൾ ചിലപ്പോൾ സ്വകാര്യ ഇടപാടുകളിലൂടെ മറ്റുള്ളവർക്ക് വിൽക്കാറുണ്ട്. അതാണ് പ്രീ IPO ഇൻവെസ്റ്റ്മെന്റ്. സാധാരണ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലൂടെ അല്ല, ഡീലർമാർ, ബ്രോക്കർമാർ അല്ലെങ്കിൽ പ്രത്യേക പ്ലാറ്റ്ഫോമുകൾ വഴിയാണ് നടക്കുന്നത്. ഇതിന്റെ പ്രധാന ആകർഷണം എന്താണ്? ഒരു കമ്പനി പിന്നീട് വിജയകരമായി IPO നടത്തി ഉയർന്ന വിലയിൽ ലിസ്റ്റ് ചെയ്താൽ നിങ്ങൾ നേരത്തെ വാങ്ങിയ ഓഹരിയുടെ മൂല്യം ഗണ്യമായി ഉയരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പലരും ഇത് ഏർലി എൻട്രി അവസരമായിട്ട് കാണുന്നത്. പക്ഷേ ഇവിടെ പലർക്കും ഒരു തെറ്റുപറ്റും. അതേക്കുറിച്ച് പറയാം. പ്രീ IPO എന്നത് IPO ഉറപ്പാണ് എന്നല്ല. ഒരു കമ്പനി വർഷങ്ങളോളം IPO നടത്താതെ പോയേക്കാം. ചില കമ്പനികളാകട്ടെ IPO പ്ലാൻ തന്നെ ഉപേക്ഷിക്കാനും സാധ്യതയുണ്ട്. അതിനാൽ ഇത് ഉടൻ ലിസ്റ്റ് ചെയ്യും എന്ന വാഗ്ദാനം കേട്ട് മാത്രം നിക്ഷേപിക്കുന്നത് അപകടകരമാണ്. ഇനി റിസ്കുകൾ നോക്കാം. ഒന്നാമത്തെ റിസ്ക്, ലിക്വിഡിറ്റി റിസ്ക്. ലിസ്റ്റ് ചെയ്ത ഓഹരി പോലെ എപ്പോൾ വേണമെങ്കിലും കയ്യിലുള്ള ഓഹരി വിറ്റഴിക്കാൻ കഴിയില്ല. വാങ്ങുന്ന ആളെ കണ്ടെത്തണം. അതിന് ദിവസങ്ങളോ മാസങ്ങളോ എടുത്തേക്കാം. രണ്ടാമത്തേത്, പ്രൈസ് ട്രാൻസ്പെറൻസി ഇല്ല. NSEയിലെ പോലെ ലൈവ് മാർക്കറ്റ് വിലയില്ല. ഒരു ഡീലർ പറയുന്ന വിലയും മറ്റൊരാൾ പറയുന്ന വിലയും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ അധിക വില കൊടുത്ത് വാങ്ങാനുള്ള സാധ്യതയും ഉണ്ട്. മൂന്നാമത്തെ റിസ്ക്, ഇൻഫർമേഷൻ കുറവാണ്. ലിസ്റ്റ് ചെയ്ത കമ്പനികളെ പോലെ എല്ലാ സാമ്പത്തിക വിവരങ്ങളും പൊതുജനങ്ങൾക്ക് ലഭിക്കണമെന്നില്ല. അതുകൊണ്ട് കമ്പനിയുടെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതി വിലയിരുത്തുന്നത് ബുദ്ധിമുട്ടാണ്. നാലാമത്തെ റിസ്ക്, ലോക്ക് ഇൻ പീരീഡ്. ഒരു കമ്പനിയുടെ IPO കഴിഞ്ഞാലും പ്രീ IPO നിക്ഷേപകർക്ക് ഓഹരികൾ ഉടൻ വിൽക്കാൻ സാധിക്കില്ല. നിലവിലുള്ള സെബി ചട്ടങ്ങൾ പ്രകാരം പല പ്രീ IPO നിക്ഷേപകർക്കും ഏകദേശം 6 മാസത്തെ ലോക്ക് ഇൻ ബാധകമായേക്കാം. ഈ കാലയളവിൽ ഓഹരി താഴ്ന്നാൽ നിങ്ങൾക്ക് ഉടൻ വിറ്റ് പുറത്തു കടക്കാനാവില്ല. അപ്പോൾ ആരൊക്കെയാണ് പ്രീ IPOയിൽ നിക്ഷേപിക്കേണ്ടത്? ഇത് എല്ലാവർക്കും അനുയോജ്യമായ നിക്ഷേപമല്ല. കമ്പനിയെക്കുറിച്ച് വിശദമായി പഠിക്കാൻ തയ്യാറുള്ളവർക്ക്, പണം ദീർഘകാലം കുടുങ്ങിക്കിടക്കുന്നത് പ്രശ്നമില്ലാത്തവർക്ക്, ഉയർന്ന റിസ്ക് ഏറ്റെടുക്കാൻ കഴിയുന്നവർക്ക്, അവർക്കൊക്കെയാണ് ഇത് കൂടുതൽ അനുയോജ്യം. മറ്റൊരു പ്രധാന മുന്നറിയിപ്പ് കൂടിയുണ്ട്. സെബി അടുത്തിടെ അനധികൃത ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ അൺലിസ്റ്റഡ് ഷെയർസ് വിൽക്കുന്ന രീതികളെക്കുറിച്ച് നിക്ഷേപകർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഓണർഷിപ്പ് വെരിഫിക്കേഷൻ, സെറ്റിൽമെന്റ് പ്രൈസിംഗ്, ഡോക്യുമെന്റേഷൻ എന്നിവ ശരിയായി ഉറപ്പാക്കാതെ പണം നൽകുന്നത് വലിയ നഷ്ടത്തിലേക്ക് നയിക്കാം. അതിനാൽ പ്രീ IPO ഓഹരി വാങ്ങുന്നതിന് മുമ്പ് ഈ 5 കാര്യങ്ങൾ നിർബന്ധമായും പരിശോധിക്കുക. കമ്പനിക്ക് യഥാർത്ഥത്തിൽ IPOയുമായി ഇറങ്ങാൻ ശരിക്കും പദ്ധതിയുണ്ടോ? ഓഹരിയുടെ ഉടമസ്ഥാവകാശ രേഖകൾ ശരിയാണോ? വില എങ്ങനെയാണ് നിശ്ചയിക്കുന്നത്? ഇടപാട് വിശ്വാസ്യതയുള്ള ചാനലിലൂടെയാണോ? പണം വർഷങ്ങളോളം കുടുങ്ങിപ്പോയാലും നിങ്ങൾക്ക് പ്രശ്നമില്ലേ? ഈ 5 ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം കിട്ടിയാൽ മാത്രമേ അടുത്ത ഘട്ടത്തിലേക്ക് പോകാവൂ. അവസാനമായി ഒരു കാര്യം കൂടി, പ്രീ IPO നിക്ഷേപം വലിയ സമ്പത്ത് സൃഷ്ടിക്കാനുള്ള അവസരമാകാം. പക്ഷെ അത് ഹൈ റിട്ടേൺ സാധ്യതയുള്ളതിനൊപ്പം ഹൈ റിസ്ക് നിക്ഷേപവുമാണ്. IPO വരുന്നു എന്ന വാർത്ത കേട്ട് മാത്രം ചാടിക്കയറരുത്. കമ്പനിയെ പഠിക്കുക, റിസ്ക് മനസ്സിലാക്കുക, അതിനുശേഷമേ നിക്ഷേപ തീരുമാനം എടുക്കാവൂ. കാരണം വേഗത്തിൽ കയറുന്നതല്ല വിജയകരമായ നിക്ഷേപം. ശരിയായ കമ്പനിയുടെ ഓഹരിയാണ് ശരിയായ കുതിപ്പോടെ കയറുന്നത്. ഇത്തരത്തിലുള്ള ബിസിനസ്, IPO, ഓഹരി വിപണി വിശദീകരണങ്ങൾ ലളിതമായി അറിയാൻ ധനം ഓൺലൈൻ ഫോളോ ചെയ്യൂ. IPOയ്ക്ക് മുമ്പ് നിങ്ങൾ ഒരിക്കലെങ്കിലും അൺലിസ്റ്റഡ് ഷെയർസ് വാങ്ങിയിട്ടുണ്ടോ? അനുഭവം കമന്റിൽ പങ്കുവയ്ക്കൂ.